1974 അമേരിക്കയിലെ കാൻസസ് സംസ്ഥാനത്ത് ഒരു കുടുംബത്തിലെ 4 പേരെ അവരുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസിനെ ഞെട്ടിച്ച ക്രൂര കൊലപാതകം. പക്ഷേ ഇത് ഒരു പരമ്പരയുടെ തുടക്കം മാത്രമായിരുന്നു. അടുത്ത കുറച്ച് വർഷങ്ങളിൽ സമാന രീതിയിൽ നിരവധി കൊലപാതകങ്ങൾ നടന്നു. കൊലയാളി പോലീസിനും മാധ്യമങ്ങൾക്കും കത്തുകൾ അയക്കാൻ തുടങ്ങി. ആ കത്തുകളിൽ അയാൾ സ്വയം വിളിച്ച പേര് BTK. അതിൻ്റെ അർത്ഥമെന്താണ്? കെട്ടിയിടുക, പീഡിപ്പിക്കുക, കൊല്ലുക. ഓരോ കത്തിലും അയാൾ പോലീസിനെ വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ കഴിയില്ല. വിവരസാങ്കേതിക വിദ്യ കുറവായിരുന്ന അന്ന് ക്രൈം സീൻ പരിശോധനയിൽ ഓരോ കൊലപാതക സ്ഥലത്തു നിന്നും വിരലടയാളങ്ങൾ, കാൽപ്പാടുകൾ, മുടിനാരുകൾ, DNA സാമ്പിളുകൾ എന്നിവ പരിശോധിച്ചു. കൂടാതെ BTK മാധ്യമങ്ങൾക്കും പോലീസിനും കത്തുകൾ അയക്കുന്നതിൽ നിന്നും അയാളുടെ കൈയക്ഷരം പരിശോധിച്ചു, ഭാഷാ ശൈലി പഠിച്ചു, കത്തുകളിൽ ഉപയോഗിച്ച വാക്കുകളും വ്യാകരണങ്ങളും വിശകലനം ചെയ്തു. പോലീസ് പ്രതികളുടെ പട്ടിക തയ്യാറാക്കി. ആയിരക്കണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു. മുൻ കുറ്റവാളികൾ, പ്രദേശവാസികൾ, ഇരകളെ അറിയാവുന്നവർ എന്നിവരെ പരിശോധിച്ചു. പക്ഷേ BTKയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജനങ്ങൾ ഭയത്തിലായി. അന്വേഷണ സാങ്കേതിക വിദ്യകൾ മാറി. ഏകദേശം 30 വർഷം കഴിഞ്ഞു. 2004 പെട്ടെന്ന് BTK വീണ്ടും രംഗത്തെത്തി. അയാൾ മാധ്യമങ്ങൾക്കും പോലീസിനും വീണ്ടും സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി. പോലീസിന് അപ്രകാരം അയച്ച ഒരു സന്ദേശത്തിൽ അയാൾ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്ലോപ്പി ഡിസ്ക് അയച്ചു തരട്ടെ. അതിൽ നിന്ന് നിങ്ങൾക്കെന്നെ മനസ്സിലാക്കാനൊന്നും സാധിക്കില്ലല്ലോ. പോലീസ് മാധ്യമങ്ങളിലൂടെയും മറ്റും അതിന് മറുപടി നൽകി. ഒരു ഫ്ലോപ്പി ഡിസ്കിലൂടെ എങ്ങനെ കണ്ടെത്താനാണ് പ്രതികളെ? എന്തായാലും അത് വിശ്വസിച്ച പ്രതി ഒരു ഫ്ലോപ്പി ഡിസ്ക് പോലീസിന് അയച്ചു നൽകി. ആ ഫ്ലോപ്പി ഡിസ്കിൽ അയാളുടെ കുറ്റകൃത്യങ്ങളുടെ വിവരണങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് നൂതനമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ആ ഫ്ലോപ്പി ഡിസ്ക് പരിശോധിച്ചതിൽ ഒരു ചർച്ച് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഡെന്നീസ് എന്ന പേരും ലഭിച്ചു. അന്വേഷണം ആ ചർച്ചിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡെന്നീസ് റേഡർ എന്ന വ്യക്തിയിലേക്കെത്തി. അയാൾ സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ഒരാളായിരുന്നു. ആർക്കും സംശയം തോന്നാത്ത ഒരു വ്യക്തി. പോലീസ് അയാളുടെ മകളുടെ ഒരു മുടിയിൽ നിന്നും DNA സാമ്പിൾ ശേഖരിച്ചിട്ട് കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച DNA സാമ്പിളുമായി മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കി. DNA പരിശോധനയും മറ്റ് തെളിവുകളും ചേർന്നപ്പോൾ സത്യം പുറത്തു വന്നു. 30 വർഷത്തിലേറെ പോലീസിനെ വെല്ലുവിളിച്ചിരുന്ന BTK കില്ലർ മറ്റാരുമല്ല, ഡെന്നീസ് റേഡർ തന്നെയായിരുന്നു. 2005 അദ്ദേഹം അറസ്റ്റിലായി. 10ഓളം കൊലപാതകങ്ങൾ ചെയ്തതായി കോടതിയിൽ അയാൾ സമ്മതിക്കുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. പോലീസിനെ പരിഹസിച്ചയച്ച ഒരു ഫ്ലോപ്പി ഡിസ്ക്, അതാണ് ഒടുവിൽ ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ സീരിയൽ കില്ലർമാരിൽ ഒരാളെ പിടികൂടാൻ കാരണമായത്. അതെ, കുറ്റകൃത്യങ്ങൾ അത് തെളിയിക്കപ്പെടാനുള്ളതാണ്. ഒരു തെളിവ്, ഒരേ ഒരു തെളിവെങ്കിലും കാലം കാത്തുവെക്കും നീതി നടപ്പാക്കപ്പെടാനായി.